വൈഗ കൊലക്കേസിൽ പ്രതി സനു മോഹൻ കുറ്റക്കാരൻ. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു. ശിക്ഷാവിധി 2:30 പ്രഖ്യാപിക്കും. 2021 മാർച്ച് മാസത്തിലാണ് വൈഗയെ കൊന്ന് പിതാവ് പുഴയിൽ എറിഞ്ഞത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എല്ലാ കുറ്റങ്ങളും ഇയാൾക്കെതിരായ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ വരുന്നത്. എന്തായിരിക്കും ശിക്ഷാവിധി? അതിന് കാതോർക്കുകയാണ് കേരളം. കൂടുതൽ വിവരങ്ങൾ എന്താണ്? എപ്പോഴാണ് ശിക്ഷാവിധിയിലുള്ള ഈ വാദം നടക്കുന്നത്? ഏറ്റവും സുപ്രധാനമായ കാര്യം, മകളെ മദ്യം നൽകി കൊലപ്പെടുത്തി പുഴയിലെറിഞ്ഞ് അച്ഛൻ കുറ്റക്കാരനെന്ന് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലെ ജഡ്ജ് കെ സോമനാണ് ഈ ശിക്ഷ ഇപ്പോൾ വിധിക്കുകയുണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന എല്ലാ വകുപ്പുകളും അതിന്മേൽ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ കുറ്റങ്ങളെല്ലാം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുകയും ചെയ്തു. 302 വകുപ്പ് പ്രകാരം കൊലപാതകം ഇയാൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. 328, 201, ജുവൈനൽ ജസ്റ്റിസ് ആക്ടിലെ 75, 77 വകുപ്പുകൾ എന്നിവ തെളിഞ്ഞിട്ടുണ്ട്. അതായത് കൊലപാതകം, കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ മദ്യം നൽകൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി കുറ്റങ്ങളാണ് ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 ശിക്ഷ പ്രഖ്യാപിക്കും എന്നും കോടതി വ്യക്തമാക്കുന്നു. അതായത് ഇന്ന് തന്നെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ഇന്ന് തന്നെ ശിക്ഷ വിധിക്കും എന്നാണ് കോടതി അറിയിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും വധശിക്ഷ നൽകണമെന്നും ഇന്ന് പ്രോസിക്യൂഷൻ കോടതി മുൻപാകെ ആവശ്യപ്പെട്ടു. പ്രതിഭാഗം അതിനെ ശക്തമായി എതിർത്തു. മകളെ അല്ലെങ്കിൽ മകനെ പിതാവ് കൊലപ്പെടുത്തുന്നത് ആദ്യത്തെ സംഭവമല്ല എന്നും മുൻപും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഇങ്ങനെയൊരു പാതകം പ്രതി ചെയ്തതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഈ കൊലപാതകത്തിന് ശേഷം പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് 2:30 ശിക്ഷ വിധിക്കും. ശരി, വൈഗ കൊലക്കേസിൽ ചുമത്തിയ കുറ്റങ്ങളെല്ലാം, പ്രതിക്കെതിരായ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു. ശിക്ഷാവിധി പ്രഖ്യാപനം 2:30. ശ്രീകാന്താണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത്.